ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകളുമാണ്. ഓക്കെ, അപ്പം നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് കാണാം, ഞാൻ വിളിക്കാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നമുക്ക് കാണാം, ലെറ്റ്സ് സീ അല്ലേ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സീ, ലെറ്റ്സ് കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, കാണാം, വരാം, പോകാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ്സ് പ്ലസ് V1 യൂസ് ചെയ്യാം. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സീ നമുക്ക് കാണാം, ലെറ്റ്സ് ഗോ നമുക്ക് പോകാം, ലെറ്റ്സ് ഈറ്റ് നമുക്ക് കഴിക്കാം, ലെറ്റ്സ് കം നമുക്ക് വരാം. ഇങ്ങനെ എന്താണോ നമുക്ക് പറയാനുള്ളത് അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. ലെറ്റ്സ് യൂസ് ചെയ്യാം, അതിനുശേഷം വെർബിന്റെ ബേസ് ഫോമാണ് കൊടുക്കേണ്ടത്. ലെറ്റ്സ് പ്ലസ് വെർബ് V1. എന്താണോ പറയാനുള്ളത് അത് നമുക്ക് പറയാം. ഓക്കെ, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം അല്ലേ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ വരാനുള്ള ഒരു സംഭവമാണ് പറയുന്നത്. ഞാൻ വിളിക്കാം, ഐ വിൽ കോൾ. അപ്പൊ വില്ല് വന്നു കഴിഞ്ഞാലും വെർബിന്റെ V1 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഐ വിൽ കോൾ, ഞാൻ വിളിക്കാം, ഐ വിൽ കോൾ. അപ്പൊ അതിന് പകരം വേറെ ഒരുപാട് വെർബ് യൂസ് ചെയ്ത് പറഞ്ഞൂടെ. ഐ വിൽ സേ, ഞാൻ പറയാം അല്ലേ, ഞാൻ പറയാം. ഐ വിൽ സീ, ഞാൻ കാണാം അല്ലേ, പറയാറുണ്ടല്ലോ നമ്മള്. ഇനി ഐ വിൽ ഗോ, ഞാൻ പോകാം. പല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഏത് വെർബാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിന്റെ ബേസ് ഫോം പ്ലസ് ഐ വിൽ. ഈ ഐ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. സബ്ജക്റ്റ് മാറ്റുകയാണെങ്കിൽ ഷീ വിൽ. ഓക്കെ, ഐ വിൽ കോൾ, ഞാൻ വിളിക്കാം, ഐ വിൽ കം, ഞാൻ വരാം, ഐ വിൽ ഗോ, ഞാൻ പോകാം, ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഐ വിൽ ടെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഐ വിൽ സേ, ഞാൻ പറയാം. രണ്ട് രീതിയിലും പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എനിക്ക് കിട്ടി അല്ലെ, എനിക്ക് അത് കിട്ടി, എനിക്ക് സമ്മാനം കിട്ടി, എനിക്ക് മാർക്ക് കിട്ടി, ഇങ്ങനെ പലതും കിട്ടി എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഗോട്ട്, എനിക്ക് അത് കിട്ടി, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, അവർ അറിഞ്ഞു, അവർ അറിഞ്ഞു സിമ്പിൾ ആണ്. ദേ ന്യൂ, അറിയുക നോ ആണ്, നോയുടെ പാസ്റ്റ് ആണ് ന്യൂ എന്ന് പറയുന്നത്. അപ്പോ ദേ ന്യൂ, അവർ അറിഞ്ഞു. നിങ്ങൾ കേട്ടോ അല്ലെ, നിങ്ങൾ കേട്ടോ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കുക, ഡിഡ് യു ഹിയർ, ഡിഡ് യു ഹിയർ, നിങ്ങൾ കേട്ടോ അല്ലെങ്കിൽ നീ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയാണ് അധികം ദൂരമില്ല, അധികം ദൂരമില്ല. ഇറ്റ്സ് നോട്ട് വെരി ഫാർ, ഇറ്റ്സ് നോട്ട് വെരി ഫാർ, അധികം ദൂരമില്ല. ഓക്കെ, അങ്ങോട്ടാണോ, ഇപ്പം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് നമ്മൾ ചോദിക്കും അങ്ങോട്ടാണോ ചോദിക്കാറുണ്ടല്ലോ. ഈസ് ഇറ്റ് ദാറ്റ് വേ, ഈസ് ഇറ്റ് ദാറ്റ് വേ, അങ്ങോട്ടാണോ. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി, പക്ഷെ നമ്മൾ വിചാരിച്ച സ്ഥലം അതല്ല. നമ്മൾ പറയാറുണ്ട് ഇവിടെയല്ല അല്ലേ, ഇവിടെ അല്ല. സിമ്പിളായി പറയാം നോട്ട് ഹിയർ, നോട്ട് ഹിയർ, ഇവിടെയല്ല. ഇനി അവിടെയല്ല എന്ന് പറയുകയാണെങ്കിൽ നോട്ട് ദർ, നോട്ട് ദർ അല്ലേ, അവിടെയല്ല. ഓക്കെ, അതെവിടെയാ നമ്മൾ ചോദിക്കണം, അതെവിടെയാ, വേർ ഇസ് ഇറ്റ്, വേർ ഈസ് ഇറ്റ്, അത് എവിടെയാ. ഓക്കെ, വേറെന്തായിരിക്കും ചോദിക്കുകയാണ് നമ്മൾ. വേറെ എന്തായിരിക്കും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കണം വേറെ എന്തായിരിക്കും അല്ലേ, ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കുക, വാട്ട് എൽസ് കുഡ് ഇറ്റ് ബി, വാട്ട് എൽസ് കുഡ് ഇറ്റ് ബി, അതൊന്നുമല്ല പറയണം, അതൊന്നുമല്ല. ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് നത്തിങ്, അതൊന്നുമല്ല. ഇവിടെ ഇരിക്കൂ അല്ലെ, ഇവിടെ ഇരിക്കൂ നമുക്കറിയാം സിറ്റ് ഹിയർ. അവിടെ ഇരിക്കൂ എന്നാണെങ്കിൽ, അവിടെ ഇരിക്കൂ എന്നാണെങ്കിൽ സിറ്റ് ദർ. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടി ആഴ്മയോട് പറയുകയാണെങ്കിൽ പ്ലീസ് സിറ്റ് ഹിയർ അല്ലേ, പ്ലീസ് സിറ്റ് ദർ, ഇങ്ങനെയൊക്കെ പറയാം. നമുക്ക് ഇവിടെ ഇരിക്കാം, നമുക്ക് ഇവിടെ ഇരിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് പോകാം, നമുക്ക് വിളിക്കാം, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സിറ്റ് ഹിയർ, ലെറ്റ്സ് സിറ്റ്, നമുക്ക് ഇരിക്കാം, ഹിയർ ഇവിടെ. ഓക്കെ, നെക്സ്റ്റ്, നീ ഇവിടെ ഇരിക്കുകയാണോ. നമ്മളിപ്പോ ഒരാളെ കണ്ടിട്ട് നമ്മൾ പിന്നെ കാണുന്നത് വേറൊരു സ്ഥലത്ത്, അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് നീ ഇവിടെ ഇരിക്കുകയാണോ, ആർ യു സിറ്റിംഗ് ഹിയർ, ആർ യു സിറ്റിംഗ് ഹിയർ, നീ ഇവിടെ ഇരിക്കുകയാണോ. ഓക്കെ, നെക്സ്റ്റ്, ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ അത് വായിച്ചു എന്ന് പറയാറുണ്ട്. ഞങ്ങൾ വായിച്ചു, വി റെഡ്, വി റെഡ് അല്ലേ. റെഡിന്റെ
മൂന്ന് ഫോമും റീഡ് തന്നെയാണ്, പക്ഷെ പ്രൊണൗൺസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. റീഡ്, റെഡ്, റെഡ് ഇങ്ങനെ പറയാം. ഓക്കെ, അവിടെയോ ഫോണ് അല്ലെ? ഇപ്പൊ എവിടെ ഫോൺ എന്ന് ചോദിക്കുമ്പോൾ അവിടെയോ ഫോൺ എന്ന് പറയാറുണ്ടല്ലോ. ദ ഫോൺ ഈസ് ദർ, ദ ഫോൺ ഈസ് ദർ, അവിടെയാ ഫോണ്. ഓക്കെ, ഈ വെള്ളം എടുക്കൂ, ഈ വെള്ളം എടുക്കൂ. ടേക്ക് ദിസ് വാട്ടർ, ടേക്ക് ദിസ് വാട്ടർ. ഓക്കെ, എനിക്ക് കുറച്ച് വെള്ളം മതി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ചുകൂടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് കുറച്ച് വെള്ളം മതി. ഈ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം. ഐ ജസ്റ്റ് നീഡ് എ ലിറ്റിൽ വാട്ടർ, ഐ ജസ്റ്റ് നീഡ് എ ലിറ്റിൽ വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം മതി. ഓക്കെ, ആ ഗ്ലാസ്സിൽ വെള്ളമുണ്ടോ? എങ്ങനെ ചോദിക്കാം? വെള്ളമുണ്ടോ എന്നാണല്ലേ, ഒരു വസ്തുവിൽ ഒരു വസ്തു ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഈസ് ദർ യൂസ് ചെയ്ത് ചോദിക്കാം. ഈസ് ദർ വാട്ടർ ഇൻ ദാറ്റ് ഗ്ലാസ്, ഈസ് ദർ വാട്ടർ ഇൻ ദാറ്റ് ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ വെള്ളമുണ്ടോ? അതെടുത്ത് കുടിക്കൂ, അത് എടുത്ത് കുടിക്കൂ. ടേക്ക് ഇറ്റ് ആൻഡ് ഡ്രിങ്ക് അല്ലേ? അതെടുത്ത് കുടിക്കൂ, രണ്ട് വാക്കുകളാണ്. സോ ടേക്ക് ഇറ്റ് ആൻഡ് ഡ്രിങ്ക്, ടേക്ക് ഇറ്റ് ആൻഡ് ഡ്രിങ്ക്, അതെടുത്ത് കുടിക്കൂ. ഓക്കെ, അപ്പൊ ഇത്രയും കുഞ്ഞു സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് സെന്റൻസ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? നമ്മൾ ഫസ്റ്റിൽ പഠിച്ച ആ ഒരു രീതി യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ? ലെറ്റ്സ് ടേക്ക്, നമുക്ക് എടുക്കാം. ലെറ്റ്സ് ബ്രേക്ക്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം പറയാം. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പൊ ആ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ്, ലെറ്റ്സ് പ്ലസ് വെർബ് V1 എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന സെന്റൻസുകൾ. അതുപോലെ ഐ വിൽ പ്ലസ് വെർബ് V1, ഈ രണ്ട് ക്വസ്റ്റ്യനുമാണ് ഇന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാം, ഞാൻ പറയാം, ഇതെങ്ങനെ പറയും? അതുപോലെ ലെറ്റ്സ് പ്ലസ് V1. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് പോകാം, നമുക്ക് പറയാം, നമുക്ക് ചെയ്യാം, നമുക്ക് എഴുതാം, ഇങ്ങനെ പറയുന്നത് ഒരുപാട് വെർബുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിനിമം 5 സെന്റൻസ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ലെറ്റ്സ് പ്ലസ് V1, അതുപോലെ ഐ വിൽ പ്ലസ് V1, ഇത് യൂസ് ചെയ്തിട്ട് മിനിമം 5 സെന്റൻസ്. അപ്പൊ ഒന്നിൽ 5 സെന്റൻസും 5 സെന്റൻസും മിനിമം 10 സെന്റൻസുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഓരോരോ ആളുകളും ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ, വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇതുപോലെ കുഞ്ഞു സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ 5 സെൻറ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നത് നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.